CPI എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറി പി രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ 7 നേതാക്കൾ കുറ്റക്കാരെന്ന് CPI. ഇവർ സത്യവിരുദ്ധമായ വാർത്ത പ്രചരിപ്പിക്കുകയും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുകയും ചെയ്തു എന്നാണ് കണ്ടെത്തൽ. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് CPI ജില്ലാ കൗൺസിൽ അംഗീകരിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത് വിശദാംശങ്ങൾ നൽകും. ശ്രീജിത്ത്, CPIയിൽ ഒരു സമ്മേളന കാലം ആയതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടികളൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് ഈ റിപ്പോർട്ടായി തുടരും. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു നടപടിയിലേക്കൊന്നും പിന്നീട് പാർട്ടി കടക്കുമെന്ന് കരുതാൻ കഴിയുമോ? വിജയകുമാർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 7 പേർക്കെതിരെയും വിജയകുമാർ സൂചിപ്പിച്ച പോലെ സമ്മേളന കാലമായതുകൊണ്ട് നടപടികളില്ല. സമ്മേളന കാലത്ത് നടപടിയെടുക്കുന്ന രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പൊതുവെ ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 7 നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തത്. എന്നാൽ സംസ്ഥാന സമ്മേളനം പൂർത്തിയാക്കിയതിനു ശേഷം സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഈ 7 പേർക്കെതിരെയുള്ള നടപടി തീരുമാനിക്കുമെന്ന ധാരണയിലാണ് ഇന്ന് എറണാകുളത്ത് ചേർന്ന CPIയുടെ ജില്ലാ കൗൺസിൽ യോഗം പിരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നടപടി പിന്നീട് ഉണ്ടാകുമെന്ന വിവരമാണ് പാർട്ടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. മുൻ ജില്ലാ സെക്രട്ടറിയും മുൻ MLAയുമായ പി രാജുവിന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഈ വിവാദത്തിനെതിരെ കേന്ദ്രബിന്ദുവായത് പി രാജുവിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കാനായി പാർട്ടിയുടെ ജില്ലാ കൗൺസിൽ ഓഫീസിലേക്ക് കൊണ്ടുവരാൻ വീട്ടുകാർ വിസമ്മതിച്ചതാണ്. ഇതിന് കാരണം പാർട്ടിയിലെ ഒരു വിഭാഗം നടത്തിയ തെറ്റായ പഠനവും മാധ്യമങ്ങൾക്ക് നൽകിയ തെറ്റായ വിവരങ്ങളുമാണ് എന്നാണ് ഉയർന്നു വന്ന പരാതി. ഈ പരാതിയെ പറ്റിയാണ് പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിപ്പിച്ചത്. ഈ അന്വേഷണത്തിലാണ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗമായവരടക്കം 7 ഈ റിപ്പോർട്ട് ഇന്ന് ജില്ലാ കൗൺസിൽ അംഗീകരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിയാണ് പിന്നീട് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് തീരുമാനിക്കാനായി മാറ്റിവെച്ചിരിക്കുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.